ഹലോ, വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂം ഓയിൽസ് പരിചയപ്പെടുത്താം. മുമ്പ് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു പെർഫ്യൂം ഓയിൽസ് അഥവാ ഇൻസ്പയർഡ് പെർഫ്യൂം ഓയിൽസ്. സോ പിന്നീട് ഞാൻ ആ ഒരു റൂട്ടിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ട് പെർഫ്യൂംസിലേക്ക് തിരിഞ്ഞു. പിന്നെ കൂടുതലും നമ്മൾ പെർഫ്യൂംസിന്റെ വീഡിയോസ് ആയി ചെയ്യാറ്. സോ പിന്നീട് പലരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് പെർഫ്യൂം ഓയിൽസ് പരിചയപ്പെടുത്താത്തത്? അതേപോലെ പലരും നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ മുമ്പ് പെർഫ്യൂം ഓയിൽസ് പരിചയപ്പെടുത്തിയ സമയത്ത് ഞങ്ങൾക്ക് അതൊന്നും കൂടി റീച്ചബിൾ ആയിരുന്നു, ചെറിയ പ്രൈസിന് നമുക്ക് ഫ്രാഗ്രൻസ് അറിയാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പരിചയപ്പെടുത്താത്തതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു തന്നിട്ട് കാര്യമില്ല, കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താമെന്നത്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് മിക്കതും പരിചയപ്പെടുത്താറുണ്ടായിരുന്നത് നമ്മുടെ സിഗ്നേച്ചർ സെൻസ് പെർഫ്യൂം ഷോപ്പിൽ നിന്ന് പെർഫ്യൂംസ് എടുത്തിട്ടായിരുന്നു, പെർഫ്യൂം ഓയിൽസ് എടുത്തിട്ടായിരുന്നു. സോ ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ 9 പെർഫ്യൂം ഓയിൽസ് ഉണ്ട്. സോ ഇത് എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ടല്ല, 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. സോ ഇതിൽ കാണുന്ന പെർഫ്യൂം ഓയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ സെൻസ് വാങ്ങിക്കാൻ കിട്ടും, ഡയറക്റ്റും വാങ്ങിക്കാം, അതല്ലാതെ ഓൺലൈനായിട്ട് പിന്നെ അങ്ങനെയും വാങ്ങിക്കാം. സോ അവർ കൊറിയർ ചെയ്ത് തരും, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ ഓയിൽസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് DKNY സമ്മർ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ സിഗ്നേച്ചർ സെൻസ് ഇപ്പം ഞാനിതൊരു 9 കാണിക്കുന്നുള്ളൂ, ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അത് കൂടുതലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ എപ്പോഴും അപ്ഡേഷൻസ് ഉണ്ടാവാറുണ്ട്, അതിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അവിടുത്തെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ സ്റ്റാറ്റസിലും കാണാൻ പറ്റും. സോ ഫസ്റ്റ് വൺ DKNY സമ്മർ ആണ്. DKNY ഡോണാക്കറിൻ്റെ, പിന്നെ അതിന് അവരുടെ പേര് തോന്നുന്നു, ഓക്കെ, ഡോണാക്കരൻ. DKNY നല്ലൊരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമിൻ്റെ ഓയിലാണിത്. സോ ഇതെങ്ങനെയാ വെച്ചാൽ ഇതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു അരോമാറ്റിക് ഫ്രൂട്ടി നോട്ട്സ് പോലെ, അതായത് ഫ്രൂട്ടി നോട്ട്സും ഉണ്ട്, അരോമാറ്റിക്കും ഉണ്ട്, ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു പെപ്പർ പോലത്തെ ഒരു സ്പൈസി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. വളരെ പ്ലീസിങ് ആണ്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താൽ പെട്ടെന്നൊരു പരിചിതമായ ഒരു ഫ്രാഗ്രൻസ് പോലെ തോന്നും. നല്ല പ്ലീസിങ് ആണ്. ഇത് പെർഫ്യൂം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. ഇതിൻ്റെ പെർഫ്യൂം വേർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഓയിലാണെങ്കിലും ഇത് നമ്മൾ ഒരിക്കലും ഒരു ഓയിൽ അപ്ലൈ ചെയ്ത പോലത്തെ ഒരു ഓയിലി ഫീൽ ഒന്നും ഇതിനില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡേ ടൈമിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഓയിൽ, അതാണ് ഈ സമ്മറിൻ്റെത്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ ജസ്റ്റ് അതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. സോ സെക്കൻഡ് വൺ ഈസ് വെൽവെറ്റ് റോസ് ആണ്. വെൽവെറ്റ് റോസ് ജോ മലോൺ വെൽവെറ്റ് റോസിൻ്റെ ഇൻസ്പയർഡ് ആണിത്. ഓക്കെ, ഇതാണ് തന്നെ ജോ മലോണിൻ്റെ വെൽവെറ്റ് റോസ് ആൻഡ് ഊത് എന്നുള്ള പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ ആണിത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന നോട്ട്സ് ഒന്ന് റോസിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, പിന്നെ ലൈറ്റായിട്ട് ഊതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, വളരെ സ്ട്രോങ്ങർ ഒന്നുമല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു അരോമാറ്റിക് നോട്ട്സും ചെറുതായിട്ടൊരു സ്വീറ്റ് ഹിൻറ്റും അതിൽ വരുന്നുണ്ട്. അതാണ് ജോ മലോൺ വെൽവെറ്റ് റോസ് ആൻഡ് ഊത് എന്ന പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ. സോ തേർഡ് വൺ ഈസ് എൽപാസോ ആണ്. എൽപാസോ ഞാൻ അന്ന് ലേറ്റസ്റ്റ് ഓർ പാസിവിസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു സാധനമായിരുന്നു അതിൻ്റെ ഓയിൽ പരിചയപ്പെടുത്തുന്നത്. സോ അതിൻ്റെ ഓയിലാണിത്. ഇത് ഒരു മാൻലി മസ്കുലിൻ ആയിട്ടുള്ള ഒരു ഓഫീസ് യൂസിന് പറ്റിയ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, ഒരു എക്കോട്ടിക് വൈബ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അരോമാറ്റിക് വൈബും ഉണ്ട്, പിന്നെ കുറച്ചൊരു സ്പൈസി വൈബും തരുന്ന ഒരു അടിപൊളി ഐറ്റം. ഇത് കുറേ പേര് വാങ്ങിച്ചതാണ്, ഇതിപ്പോൾ അവിടുത്തെ ഒരു ടോപ്പ് സെല്ലിംഗ് സാധനം കൂടിയാണ്. സോ നല്ല പ്ലീസിങ് ആയിട്ടുള്ളതാണ് എൽപാസോ. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. അത് മാൻലി പെർഫ്യൂം ഓയിലാണ്, ഓഫീസ് യൂസിന് മാത്രം പറ്റിയതാണ്. സോ നെക്സ്റ്റ് വൺ നമുക്ക് വളരെ സുപരിചിതമായ ഹവോക്ക്, നമ്മുടെ P&Gൻ്റെ പ്രോങ്ക്ടൺ ആൻഡ് ഗാംബിൾ ഹവോക്ക് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ഓയിലാണ്. ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. വെരി ലോങ് ലാസ്റ്റിംഗ് കാരണം യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞു ഇത് മോർണിംഗ് അപ്ലൈ ചെയ്താൽ ഈവനിങ് വരെയൊക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഒരു ക്ലീൻ ഫ്രാഗ്രൻസ്, ഒരു നല്ല ഒരു ലാവൻഡറിൻ്റെ സ്മെല്ലുണ്ട്, പൗഡറി സ്മെല്ലുണ്ട്, പിന്നെ കുറച്ചൊരു നമ്മൾ ഈ ചില ഡിറ്റർജൻറ്റ് എന്നൊക്കെ പറയണ പോലത്തെ ആ ഒരു ക്ലീൻ ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. മോസ്റ്റ്ലി ആ ഒരു പൗഡറി, ഒരു ആൾഡിഹൈഡ്സിൻ്റെ പോലത്തെ ടച്ച് വരുന്നത്, ഒരു വൈറ്റ് ഫ്ലോറലും മസ്കും അത് ഞാൻ പറയാൻ പറ്റുന്നതാണ്, മസ്കിൻ്റെ ഫ്രാഗ്രൻസും അതിൽ വരുന്നുണ്ട്. സോ ഇനി ലാസ്റ്റ് വൺ സാറ്റിൻ മസ്ക് ആണ്. ഈ സാറ്റിൻ മസ്ക് എന്നുള്ളത് ഇതിവിടെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്, ഒന്നുകൂടി അപ്ലൈ ചെയ്തു, ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ,
സാറ്റിൻ മസ്ക് ഒരു ജാസ്മിൻ പോലത്തെ ഫ്രാഗ്രൻസും അതിൻ്റെ കൂടെ തന്നെ ഒരു മസ്കിൻ്റെ ഫ്രാഗ്രൻസും പിന്നെ ഒരു എന്താ പറയുക ഒരു വേറെ എന്തൊക്കെയോ ഒരു ചെറിയൊരു സ്വീറ്റ് ടച്ചുള്ള ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ചെറുതായിട്ടൊരു വൈറ്റ് ഫ്ലോറൽ പോലെയും തോന്നുന്നുണ്ട്. അതും നല്ല പ്ലീസിങ് ആണ്. അതും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസ് യൂസിന് പറ്റിയതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്നും പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പെർഫോമൻസ് ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പം നല്ല എക്സ്ട്രീം പിന്നെന്താ റെയിനാണ് ഔട്ട് സൈഡ്. സോ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഇത് എന്തായാലും കൂടുതൽ സമയം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാക്ട് പെർഫോമൻസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് യൂസ് ചെയ്തിടത്തോളം ഇത് ഈ എല്ലാ ഓയിലുകളും നമുക്കൊരു 6 to 8 hours ലെവലിൽ കിട്ടുന്നുണ്ട്. അതിൽ ഹവോക്കൊക്കെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ട് അപ്ലൈ ചെയ്താൽ അതൊരു 12 hours ലെവലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ചിലർക്കുള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഈ പെർഫ്യൂം ഓയിൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഡയറക്റ്റ് ഷർട്ടിൽ അപ്ലൈ ചെയ്താൽ ഇത് കറ പിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ച സാധനങ്ങളൊന്നും തന്നെ കറ ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷേ എന്നാലും നിങ്ങൾ ഇങ്ങനെ റോൾ ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇത് തട്ടിക്കും, എന്നിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് എന്നിട്ട് ഷർട്ടിൽ നമുക്ക് എവിടെയുള്ള ഇഷ്ടമുള്ളടത്ത് ആക്കും. അല്ലെങ്കിൽ പിന്നെ ഈ കോളറിൻ്റെ ഒക്കെ താഴെ, പിന്നെ ഈ ഷർട്ടാണെങ്കിൽ ഈ ബട്ടൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്താലും വല്ലാതെ അറിയില്ല. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. മോസ്റ്റ്ലി ചെയ്യാറുള്ളത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒരു റബ്ബ്. ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ചില ഷോപ്പുകളിലൊക്കെ പോയാൽ കാണാം പെർഫ്യൂം ഇതിങ്ങോട്ട് തേച്ചിട്ട് കിടന്ന് ഇങ്ങനെ ഉരക്കും, നല്ല ഉരച്ചിട്ട് സ്മെല്ല് ചെയ്തു. ഈ പെർഫ്യൂം തേച്ചിട്ട് ഉരച്ച് കളയാനാണെങ്കിൽ പിന്നെ തേക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ പണി ചെയ്യരുത്. ഓയിൽ ജസ്റ്റ് ഒന്ന് രണ്ട് കയ്യിലും കൂടി തട്ടിക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ തേക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കാരണം പലതിനും പല പ്രൈസ് ആയിരിക്കും. അതെൻ്റെ മൈൻഡിൽ ഇപ്പം നിൽക്കുന്നില്ല. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.